ഹലോ, ഇന്ന് അഡീഷണലായിട്ട് ഒരു വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചു. മിക്ക സ്കൂളുകളിലും നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾ കാണുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ പേരൻസിന് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഹാക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ട് ഈ വീഡിയോ ഇവിടെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 3 കളേഴ്സാണ്: ഗ്രീൻ, വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ പേപ്പേഴ്സ്. കളർ പേപ്പർ ഇല്ലാത്തവർ പേപ്പറിൽ കളർ അടിച്ചെടുത്താലും മതി. അതിനെ ഇങ്ങനെ 3 ഈക്വൽ പാർട്സായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഒരു സെറ്റേ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എത്ര എണ്ണം വേണേലും ഉണ്ടാക്കാം. അതിനാണ് ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ആ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആ പേപ്പർ എടുത്തിട്ട് 3 ഒരേ അളവിൽ വെച്ച് ഒന്ന് നടുക്കൂടെ ഒന്നുകൂടി മടക്കിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ സിസേഴ്സ് വെച്ച് ആ പേപ്പറിനെ കട്ട് ചെയ്തെടുക്കണം, വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ. അങ്ങനെ അത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ പേപ്പറിനെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും 2ആയി മടക്കി കട്ട് ചെയ്ത് ഓറഞ്ച് 2 പേപ്പർ, വൈറ്റ് 2 പേപ്പർ, ഗ്രീൻ 2 പേപ്പർ അങ്ങനെ ആക്കി എടുക്കണം. കട്ട് ചെയ്യുമ്പോൾ പേപ്പർ ഫുൾ ലെങ്ത്തിൽ കട്ട് ചെയ്യാതെ പകുതിയായിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. അതായത് ഞാനിവിടെ കട്ട് ചെയ്യുമ്പോൾ എൻഡ് വരെ കൊണ്ടുവരുന്നില്ല, നടുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഭാഗം ഉണ്ടെങ്കിലേ നമുക്കിനി ബാക്കി ഓപ്പൺ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാനുള്ളതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 3 ഒരേപോലെ ഒരുമിച്ച് പിടിച്ച് ഇതേപോലെ നടുക്കുന്ന് ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ്. അത് എന്ത് സ്റ്റിക്കാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ചോപ്പ് സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈർക്കിലിയാണെങ്കിലും മതി, നല്ല ലെങ്ത് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതിനെ ഈ പേപ്പർ ഇങ്ങനെ വെച്ച് അതിൻ്റെ പുറത്ത് നടുക്കൂടെ വെച്ച് പശ വെച്ച് ഒട്ടിക്കണം. ഈ രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ഞാൻ ഇവിടെ പശ തേച്ചു, എന്നിട്ട് മേലത്തെ ലെയർ പേപ്പർ ഒട്ടിച്ച് വെക്കുകയാണ്. ഒരേ അളവിൽ തന്നെ വെക്കാൻ നോക്കണം, മാറിപ്പോകാതെ. ഇതേപോലെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ 95% ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് രണ്ടും ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കർവ് ചെയ്ത് എടുക്കാം. ഇതുപോലെ സിഗ്സാഗ് രീതിയിൽ മടക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാനുള്ള ഒരു ഐറ്റം റെഡി ആയി കിട്ടുന്നുണ്ട്. താങ്ക് യു.